മാതളം പ്രത്യേകിച്ച് റുമാൻ പഴമെന്നോ അനാറെന്നോ എന്നെല്ലാം വിളിക്കുന്ന പോംഗ്രനേറ്റിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും മാതളം ജ്യൂസാക്കി നൽകാറുമുണ്ട്. എന്നാൽ മാതളത്തിൻ്റെ അധികം ആരും കേട്ടിട്ടില്ലാത്ത 4 ഗുണങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തത്, മാതളം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പ്യൂമിക് ആലഗിൻസ് എന്ന് വിളിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്ധിവേദന ഉണ്ടെങ്കിലോ പ്രത്യേകിച്ച് പനി കഫക്കെട്ട് പോലുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിലോ ഈ രോഗം പെട്ടെന്ന് മാറ്റുന്നതിന് നിങ്ങൾക്ക് ഈ റുമാൻ പഴം അഥവാ അനാർ നിങ്ങൾ നേരിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. അതും മാത്രമല്ല, ഇത് ഏത് രോഗത്തിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൂടെ ഒരു കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് നൽകാനായിട്ട് സാധിക്കും. അതായത് രോഗം പെട്ടെന്ന് മാറുന്നതിന് നമുക്ക് ചികിത്സയോടൊപ്പം ഈ പഴം നൽകുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, മാതളത്തിന് നമ്മുടെ രക്തത്തിനെ കട്ടി കുറയ്ക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല, നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസ് ചെറുക്കുന്നതിന് സഹായിക്കും. മാത്രമല്ല, കൊളസ്ട്രോൾ കുറയുന്നതിനും നമുക്ക് ഈ മാതളപ്പഴം പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. രാത്രി ഒരു നേരം ഭക്ഷണത്തിന് പകരമായിട്ട് നിങ്ങൾ ഈ മാതളം കഴിച്ച് നോക്കുക, കൊളസ്ട്രോൾ കുറയുന്നതാണ്. മാത്രമല്ല, രക്തത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കുറഞ്ഞിട്ട് ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL കൂടാനായിട്ട് മാതളം നിങ്ങൾ പതിവായിട്ട് കഴിച്ചാൽ മതിയാകും. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ശരീരത്തിലുള്ള ചില ഇനം ക്യാൻസർ രോഗ ചികിത്സയോടൊപ്പം ഒരു കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് കഴിക്കാനായിട്ട് നല്ലതാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, കുടൽ ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ രോഗം മാറ്റുന്നതിന് നിങ്ങൾ ചെയ്യുന്ന കീമോതെറാപ്പി ചികിത്സയോടൊപ്പമോ ഇല്ലെങ്കിൽ മറ്റു മരുന്നുകളുടെ ഒപ്പമോ വളരെ നല്ലൊരു കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് നമുക്ക് മാതളത്തിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ആ ഒരു കോശങ്ങൾ വളരെ പെട്ടെന്ന് നമ്മുടെ നോർമൽ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും.